അസ്സലാമലൈക്കും. എൻ്റെ പേര് അബൂദാർ. ഇതിൻ്റെ അമ്മ ഷെരീഫ. ഇവരൊക്കെ ചെറുപ്പത്തിൽ, അതായത് 90-80കളിലൊക്കെ ചെറുപ്പത്തിൽ കഴിച്ചിട്ട് ഇവരുടെ നാവന്നെ രുചി പറഞ്ഞ ഒരുപാട് പലഹാരങ്ങളുണ്ട്. പിന്നെ എൻ്റെ ഒക്കെ ഉമ്മ എനിക്കുണ്ടാക്കി തന്ന ചട്നിയും ചമ്മന്തിയും പിന്നെ ഒരുപാട് കറികളും, നമുക്ക് പേരൊന്നും അറിയാത്ത ഒരുപാട് കറികളും, അങ്ങനത്തെ കുറേ കറികളും പലഹാരങ്ങളും ഒക്കെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ എൻ്റെ ഉമ്മ തുടങ്ങിയ പുതിയ ചാനലാണ്. ആദ്യമായിട്ട് ഞാൻ എടുക്കാൻ പോണത് ഒരു ഗ്ലാസ് മാവാണ്, മൈദമാവാണ് ഞാൻ എടുക്കുന്നത്. അതിക്ക് ആവശ്യത്തിന് ഉപ്പിടുക, അത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കുക. അതിന് പാകത്ത് വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം കുഴക്കണം. നല്ലവണ്ണം കുഴച്ചതിൻ്റെ ശേഷം നമുക്ക് അതിക്ക് വേണ്ടത് ലേശം കളറ് വേണമെങ്കിൽ ഇടാൻ. ഞാൻ ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിരുന്നത്. നല്ലവണ്ണം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്നുകൂടി നന്നായിട്ട് കുഴക്കണം. എന്നിട്ട് നല്ല കുഴച്ചതിൻ്റെ ശേഷം അതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കണം. നല്ലുള്ള മാവ് നല്ല ഇതുണ്ടാവുക, നല്ലൊരു മൂടിയുണ്ട് മൂടിയാക്കണം. ഇനി നമുക്ക് വേണ്ടത് ബീഫാണ്. ഞാൻ ഇതാ നീളത്തിലാണ് ഇത് ഞാൻ പീസാക്കിയിരിക്കുന്നത് ഇതുപോലെ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കിഴങ്ങാണ്, പിന്നെ 2 സബോള, 2 പച്ചമുളക്. നമ്മൾ ബീഫ് ബീഫൊന്ന് വേവിച്ചെടുക്കണം. അതിന് കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നല്ല മിക്സാക്കിയതിന് ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പത്ത്, അതിൻ്റെ കൂടെ ഞാൻ എടുത്ത് വെച്ച ആ കിഴങ്ങും കൂടെ ഇടുന്നുണ്ട്. നമുക്കിത് അടുപ്പത്ത് വെക്കണം. ഒരു അരമണിക്കൂറിന് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനത് തുറന്ന് നോക്കണത്. അപ്പോൾ അത് വെന്തിട്ടുണ്ട്, നല്ല വെന്തിക്കണേ. കുഞ്ഞത് വെന്തിക്കണ്. ഇനി നമുക്ക് കൈ കൊണ്ടൊന്ന് പിടിച്ച് നോക്കത്. അതുപോലെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇറച്ചി. ഇനി നമ്മൾ ഇത് ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കുക. കഴിഞ്ഞതിൻ്റെ ശേഷം ചൂട് ആറിയതിൻ്റെ ശേഷം മിക്സിയിലിട്ട് ഒറ്റ തിരിച്ചത് അതുപോലെ ആകും. കണ്ടില്ലേ? ഇനി നമുക്ക് ഇതിലേക്ക് മസാല ഉണ്ടാക്കുക വേണ്ടത്. ഇനി 3 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ എടുക്കുന്നത്. 3 ടീസ്പൂൺ വെളിച്ചെണ്ണ, അതിക്ക് ഇഞ്ചി ചതച്ചത്, വെള്ളുള്ളി 2ഉം മിക്സ് ആയതിൻ്റെ ശേഷം പിന്നെ മല്ലിച്ചപ്പ്, കരിവേപ്പിൻ്റെ ഇല, പച്ചമുളക്, ഇത് 3 മിക്സ് ആയതിൻ്റെ ശേഷം നല്ലോണം വഴറ്റിയതിൻ്റെ ശേഷം സവാള, കുരുമുളകും പൊടി, പെരുംജീരകപ്പൊടി, ഉള്ളി ഒന്ന് നന്നായി വഴറ്റിയതിൻ്റെ ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ബീഫ് ഇതിലേക്ക് ഇടാൻ പോവാണ്. അതുപോലെ പിന്നെ ഉരുളൻകിഴങ്ങ് ഉടച്ചിട്ട് അതും ബീഫിടെ മിക്സാക്കുക. രണ്ടും നന്നായിട്ട് ഇളക്കി മിക്സാക്കി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിൻ്റെ ശേഷം ഇത് നമ്മൾ പിന്നെ ബൗളാക്കുക. ഞാൻ ബൗളാണ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഏത് ആകൃതിയിൽ വേണമെങ്കിലും ഇതാക്കാം. പിന്നെ ചൂടുള്ള എണ്ണയിൽ ഇത് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മളുണ്ടാക്കി വെച്ച മാവിൽ ഇട്ടുകൊണ്ട് ഓരോന്നോരോന്ന് ഇട്ട് എത്ര ഇതാകണമെന്ന് വെച്ചാൽ അത് പൊരിച്ചുകൊണ്ട് ഇതുപോലെ പൊരിച്ചെടുക്കുക. നമ്മൾ വേഗന പാകത്തിന്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം, ഇന്ന് നോക്കണം. ഞാനിത് ട്രൈ ചെയ്ത് ബോക്സിലൂടെ ഇതിൻ്റെ അഭിപ്രായങ്ങൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് അടുത്ത വീഡിയോ ഇടാനുള്ള പ്രചോദനം.